നമസ്കാരം, മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ചാപ്റ്റർ കണ്ടപ്പോൾ ക്വസ്റ്റൻ കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലേ? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ എടുത്തു വെച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ചാപ്റ്ററാണ്. അതേപോലെ ഒരെണ്ണമുണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇതൊന്നും നമുക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ എക്സാമിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. പഠിച്ചാൽ എളുപ്പം മാർക്ക് കിട്ടും, പക്ഷെ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ തന്നെ ഇരുന്ന് പഠിക്കാൻ. പക്ഷെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനിരുന്നാൽ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ എടുത്തേക്കുന്നത്. നല്ലൊരു ക്വസ്റ്റനാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണെങ്കിലും എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന രീതിക്കുള്ളൊരു ക്വസ്റ്റനാണ്. ഇതിനോട് ഞാനൊരു പുതിയ കാര്യം കൂടെ ഉണ്ട്. ഈക്വലന്റ് ക്ലാസ് പല കുട്ടികൾക്ക് അറിയാൻ വയ്യാത്തതാണ്, പക്ഷെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് ഒക്കെ ഇങ്ങനെ തരുന്നതൊക്കെ നിങ്ങൾ മാക്സിമം കാണുക, മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ എൻട്രൻസ് ക്ലാസ് ഉണ്ട്. വരാൻ പോകുന്ന എൻട്രൻസുകളായ കീമെ, ഇന്ത്യ അങ്ങനെയുള്ളതിനുള്ള ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി മൂന്നും ഉണ്ട്. അല്ലെങ്കിൽ മാത്സിനായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള മെറ്റീരിയലും അതുപോലെ ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളുമായിരിക്കും തരുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റൻ ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് വായിക്കുക. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5. Relation R is a set of all AB such that A plus B is even. A comma B element of A. Check whether R is reflexive, symmetric, transitive or equivalence relation. Next എന്താണ്? Write the equivalence class. ഇത്രയാണ് നമ്മുടെ ഫുൾ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ആദ്യം 3 റിലേഷനും ശരിയാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 3 ശരിയാവുന്നെങ്കിൽ മാത്രം വിളിക്കാനുള്ള പേരാണ് എന്ത്? ഈക്വലൻസ് റിലേഷൻ. ഏതെങ്കിലും ഒരു റിലേഷൻ ഫെയിൽ ആയാൽ പിന്നെ അത് ഈക്വലൻസ് റിലേഷൻ ആവില്ല. ഒരു റിലേഷൻ 3 റിലേഷൻസുകളും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ വിളിക്കാനുള്ള കോമൺ നെയിം ആണെന്ത്? ഈക്വലൻസ്. നമുക്ക് ആദ്യം പോകേണ്ടത് റിഫ്ലെക്സീവിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ചെറിയൊരു ഹെഡിങ് ഇങ്ങോട്ട് എഴുതണം. റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവിന് നമ്മൾ എങ്ങനെ തുടങ്ങേണ്ടത്? ഫോർ എവരി എ എലിമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഒരാളെ എടുത്തുകൊണ്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. ഒറ്റ ഒരാൾ എന്ന് പറഞ്ഞാൽ എയും ബിയും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എലിമെന്റ്സുകൾ. അതിനുള്ള ഫസ്റ്റ് ആളെ എടുക്കണം. എ ഇങ്ങ് വേണം, ബി അവിടെ വേണ്ട കേട്ടോ. എപ്പോഴും ഓർത്തോണം, റിഫ്ലെക്സീവിന് എ മാത്രം, സിമെട്രിക്കിന് 2 പേർ എയും ബിയും, ട്രാൻസിറ്റിന് 3 പേർ എയും ബിയും സിയും. അത്രയും ഓർത്താൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഫോർ എവരി എ എലിമെന്റ് ഓഫ് എ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ബിയുടെ പ്ലേസും കൂടി നിങ്ങൾ എ എന്നാക്കണം. ഈ ബിയുടെ പ്ലേസും കൂടെ എ ആക്കിയിട്ട് ഫുൾ വായിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എ പ്ലസ് എ ഈക്വൽ ടു എ പ്ലസ് എത്രയാണെന്ന് അറിയാമല്ലോ ഇല്ലേ? എ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയാം. എത്രയാണ്? 2a അല്ലേ? നമുക്ക് എന്ത് കിട്ടണം? ഈവൻ കിട്ടണം. ഈവൻ കിട്ടിയെങ്കിൽ റിഫ്ലെക്സീവ് ആകുള്ളൂ കേട്ടോ. നമ്മളപ്പോൾ റിഫ്ലെക്സീവ് ആകുമ്പോൾ ബി എയും കൂടെ എ ആക്കി വായിക്കുമ്പോൾ ട്രൂ ആവണം. ബി എയും കൂടെ എ ആക്കി വായിച്ചാൽ ഫുൾ സെന്റൻസ് ശരിയാകണം. ഇവിടെ ശരിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈവൻ കിട്ടണം. അപ്പൊ എ പ്ലസ് എക്കൂടെ നമുക്ക് കിട്ടുന്നത് 2a ആണ്. 2a ഈവൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി മനസ്സിൽ ചെക്ക് ചെയ്യണം. 2a എന്ന് പറഞ്ഞാൽ ഈവൻ ആണോ അല്ലയോ നോക്കിയാൽ ക്ലിയർ ആണ്. 2a എന്താണ്? ഓൾവേസ് ഈവൻ, ബിക്കോസ് 2 ടൈംസ് ഓഫ് ഇന്റിജർ. ഏത് ഇന്റിജറിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതെന്താവും? ഈവൻ ആവും. അപ്പൊ 2a എന്ന് പറഞ്ഞാൽ ക്ലിയർലി എന്തോ നമ്പർ ആവുന്നേ? ഈവൻ നമ്പർ. ശരി, ഏത് നമ്പറിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈവൻ ഇല്ലയോ? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 2a ഈസ് എന്താണ്? ഈവൻ. ഈസ് ട്രൂ. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. Therefore ordered pair a element of R. Therefore R is ആരാണ്? റിഫ്ലെക്സീവ്. അപ്പോൾ ഓക്കെ ആയല്ലോ. റിഫ്ലെക്സീവ് എന്ന് പറയുന്നതിനെ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചിരിക്കണം. രണ്ടാമത്തേത് സിമെട്രിക്. സിമെട്രിക് എന്നങ്ങോട്ട് ചെറിയൊരു ഹെഡിങ് കൊണ്ട് എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഫോർ എവരി. ഇവിടെ കണ്ടോ? ഫോർ എവരി ഒരാളാണെങ്കിൽ ഇവിടെ 2 പേരെ തുടങ്ങണം കേട്ടോ. ഫോർ എവരി എ കോമ ബി എലിമെന്റ് ഓഫ് ക്യാപിറ്റൽ എ, ഓർഡേർഡ് പെയർ എ ബി എലിമെന്റ് ഓഫ് ആർ. ഇങ്ങനെ വേണം സിമെട്രിക്കിന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിലോട്ട് ഈ റിലേഷൻ ഉണ്ട്. ഏത് റിലേഷൻ? എ പ്ലസ് ബി ഈസ് ഈവൻ എന്ന് പറഞ്ഞ റിലേഷൻ എയിൽ നിന്നും ബിയിലോട്ടുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് അവസാനം ബിയിൽ നിന്നും എയിലോട്ടും അതേ റിലേഷൻ ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? സിമെട്രിക് ആവും. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് എഴുതുന്നതൊക്കെ പലർക്കും അറിയത്തില്ല. ഈ സ്റ്റെപ്സുകളെല്ലാം മറന്നു കിടക്കുമായിരിക്കും പഠിച്ചവര് പോലും. പിന്നെ പഠിക്കാത്തവര് പിന്നെ മറന്നിട്ടില്ല, ആദ്യമായിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഓർഡേർഡ് പെയർ എ ബി എലിമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഇട്ടിട്ട്
നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതണം. എന്താണ്? എ പ്ലസ് ബി ഈസ് ഈവൻ എന്നങ്ങ് എഴുതണം. ക്വസ്റ്റ്യൻ അങ്ങ് എഴുതണം. കാരണം നമ്മൾ അസ്യൂം ചെയ്യുക എയിൽ നിന്നും ബിയിലോട്ട് റിലേഷൻ ഉണ്ട്. അപ്പൊ ആ റിലേഷൻ എന്തുവാ? എ പ്ലസ് ബി ഈസ് ഈവൻ. ഞാൻ ശരി, നമ്മൾ പറഞ്ഞില്ലോ ഓക്കെ ഞാൻ സമ്മതിച്ചു, അങ്ങനെയാണെങ്കിൽ തിരിച്ചുണ്ടോടാ റിലേഷൻ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ബിയിൽ നിന്ന് എയിലോട്ട് ഉണ്ടോടാ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി ഈസ് ഈവൻ എന്ന് ഒരാൾ എഴുതിയ ശേഷം തിരിച്ചെഴുതണേ. എയുടെ സ്ഥാനത്ത് ബി ആക്കണം, ബിയുടെ സ്ഥാനത്ത് എ ആക്കിക്കൊണ്ട് നമ്മൾ ഫുൾ അങ്ങ് എഴുതണം. എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് ബി പ്ലസ് ബിയുടെ സ്ഥാനത്ത് എ ഈസ് ഈവൻ നിങ്ങൾ ഫുൾ എഴുതണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യണം, ബി പ്ലസ് എ പ്ലസ് ബി ഈവൻ ആണെങ്കിൽ ബി പ്ലസ് എ ഈവൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി രണ്ട് നമ്പറുകൾ നമുക്ക് ഇവിടുന്ന് എടുക്കാം. നോക്കാം, 2 + 4 2 + 4 എത്ര? 6 ഈവൻ ആണേ. തിരിച്ചാഡ് ചെയ്താലോ 4 + 2 അതും 6 ഈവൻ ആവുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് 2 + 4 ഈവൻ ആവുന്നെങ്കിൽ തിരിച്ചും 4 + 2 എന്താവും? ഈവൻ ആവും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കരുതും 2 + സാറേ ശരിയാവുമോ? 2 + 3 2 + നമുക്ക് എടുക്കാനേ പറ്റില്ല. കാരണം 2 + 3 ഈസ് ഈവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. 2 + 3 ഈസ് 5 ഈവൻ ആണോ? അതുകൊണ്ട് ഒരിക്കലും 2ഉം 3ഉം കൂടെ എടുക്കാൻ പാടില്ല. ശരിയാവുന്നതേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അസ്യൂം ചെയ്യുന്നത് ശരിയായിട്ടായിരിക്കണം, എന്നെങ്കിലും തിരിച്ചുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടുന്ന് അസ്യൂം ചെയ്തത് തെറ്റായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിയാവുന്നത് അസ്യൂം ചെയ്തുകൊണ്ട് തിരിച്ചുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയല്ലോ? പലർക്കും ഇതിന്റെ മീനിങ്ങും കൺസെപ്റ്റും ഒന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, ഇപ്പൊ 2ഉം 4ഉം എടുക്കാം. ഇനി വേണേ 1 + 3 എടുക്കാം. 1 + 3 1 + 3 എത്ര? 4 ആ. അല്ലെങ്കിൽ തിരിച്ചാഡ് ചെയ്യുമ്പോൾ 3 + 1 അതും 4. അപ്പൊ ഇത് ഈവൻ ആണ്. തിരിച്ചാഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ഈവൻ. അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഈവൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ബി പ്ലസ് എയും എന്തായിരിക്കും? ഈവൻ ആവും. അപ്പൊ എന്താണ് ട്രൂ? അപ്പൊ ബി പ്ലസ് എ ഈസ് ഈവൻ ഈസ് ട്രൂ എന്ന് നമുക്ക് എഴുതണം. ഇംപ്ലൈസ് ഇട്ടിട്ട് ഓർഡേർഡ് പെയർ ബി എ എലമെന്റ് ഓഫ് ആർ, therefore ആർ ഈസ് എന്താണ്? സിമെട്രിക്. ഇങ്ങനെയാണ് സിമെട്രിക് എന്ന് പറയുന്ന റിലേഷൻ പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ, മനസ്സിലാൻ വേണ്ടി. 2, 4 ഒക്കെ എടുക്കുക. ഇതൊക്കെ എഴുതാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 2 + 3 ഒക്കെ എടുത്തു പോകും കേട്ടോ. അതുകൊണ്ട് എലമെന്റ്സുകൾ എഴുതിയെങ്കിലും ഓർക്കുള്ളൂ. നെക്സ്റ്റ് മൂന്നാമത്തെ ആരാണ്? ട്രാൻസിറ്റീവ് അല്ലേ? ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ 3 പേര് എടുക്കണം കേട്ടോ. 3 പേർ. അപ്പൊ ഓർത്താൽ മതി, റിഫ്ലെക്സീവിന് ഒരാൾ, സിമെട്രിക്കിന് 2 പേർ, ട്രാൻസിറ്റീവിന് 3 പേർ. ഓക്കെ, ഫോർ എവരി എ കോമ ബി കോമ സി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. അവര് സെറ്റ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ 3 പേരെ ഈ സെറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ, പുറത്തു നിന്നും ഒരാളെ എടുക്കരുത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓർഡേർഡ് പെയർ നമുക്ക് തുടങ്ങാം. ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ കോമ ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ഓഫ് ആർ. ഇവിടെ 2 അസംഷനാ. ഇവിടെ നമ്മൾ ഒരാളെ എടുത്തുള്ളൂ, എയിൽ നിന്നും ബിയിലോട്ടുള്ളത് മാത്രമേ എടുത്തുള്ളൂ സിമെട്രിക്കിന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ, എയിൽ നിന്നും ബിയിലോട്ട് ശരിയാണ്, ബിയിൽ നിന്നും സിയിലോട്ട് ശരിയാണ് എന്നുള്ള 2 അസംഷൻസുകൾ എടുക്കണം. ഓക്കെ, ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ കോമ ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 2 സെന്റൻസുകൾ എഴുതണം. 2 ഇവിടുത്തെ നമ്മുടെ റിലേഷൻ ഉണ്ടല്ലോ 2. ഓക്കെ, ഇത് 2 ടൈംസ് ആണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ആദ്യം എയും ബിയും വെച്ചോണ്ട് ഇത് തന്നെ എ പ്ലസ് ബി സി ഈവൻ, ബി സി വെച്ചോണ്ടാകുമ്പോ എന്തോ ബി പ്ലസ് സി സി ഈവൻ, അത്രേ ഉള്ളൂ. അങ്ങനെ 2 എഴുതിയ ശേഷം എന്ന് പറഞ്ഞാൽ 3 പേരിൽ ഇത് എ, ഇത് ബി, ഇത് സി. എയിൽ നിന്ന് ബിയിലോട്ട് നമ്മൾ റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം, ബിയിൽ നിന്ന് സിയിലോട്ട് റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം, എയിൽ നിന്ന് സിയിലോട്ട് റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതാണ് ട്രാൻസിറ്റീവ്. 2 അസംഷനും ഒരു പ്രൂവ് ദാറ്റുമാണ് നമ്മുടെ ട്രാൻസിറ്റീവിൽ ഉള്ളത്. അപ്പൊ ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് ഈ റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, ബിയിൽ നിന്ന് സിയിലോട്ടും ഇതേ റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് എയിൽ നിന്നും സിയിലോട്ട് അതേ റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. നോക്കണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറയുമ്പോൾ ഈ സെന്റൻസ് എഴുതണം. എന്താണ്? എ പ്ലസ് ബി ഈസ് ഈവൻ. ഓക്കെ, കോമ ഇട്ടിട്ട് അടുത്ത ബി സിയുടെ ബി പ്ലസ് സി ഈസ് ഈവൻ. ഇങ്ങനെ 2 സെന്റൻസ് എഴുതണം. ഇപ്പൊ എ പ്ലസ് ബി ഈസ് ഈവൻ ആണ്, ബി പ്ലസ് സി ഈസ് ഈവൻ ആണെങ്കിൽ എ പ്ലസ് സിയും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഞാനൊരു ഇവിടുന്ന് 3 നമ്പർ എടുക്കാം. അപ്പൊ 1, 3, 5. നോക്കിക്കേ, എ ബി സി. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എ, ഇത് നമ്മുടെ ബി, ഇത് നമ്മുടെ സി. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 1 + 3 എന്താ മോനെ? 4 ഈവനാ. ഈ ബി പ്ലസ് സി വരുമ്പോ എത്ര? 3 + 5 = 8, അത് ഈവനാ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് സിയിൽ കൂടെ കിട്ടുന്ന എത്ര മോനെ? 1 + 5 ശരി, എ പ്ലസ് സി 1 + 5 അത് ഈവൻ ആവുന്നുണ്ട്. 1 + 5 6. അപ്പോൾ ഉറപ്പായിട്ട് എ പ്ലസ് ബി ഈവൻ ആണ്, ബി പ്ലസ് സി ഈവൻ ആണെങ്കിൽ എ പ്ലസ് സി എന്തായിരിക്കും? ഈവൻ തന്നെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചെങ്കിലും നമ്മൾ ഇവിടെ എങ്ങനെയാണ് എഴുതി നോക്കിക്കേ,
a plus b is even, therefore, comma b plus even, they implies ഇട്ടുണ്ട് a plus c is even is true എന്ന് എഴുതിയാൽ മാർക്ക് ഒന്നും കുറയ്ക്കില്ല. അപ്പൊ അതും ട്രൂ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും implies ordered where AC element of R, therefore R is ആരായി ട്രാൻസിറ്റീവ്. അങ്ങനെ R എന്നായി ട്രാൻസിറ്റീവും ആയി. അപ്പോൾ റിഫ്ലെക്സീവായി, സിമെട്രിക്കായി, ട്രാൻസിറ്റീവായി, എല്ലാം ശരിയായി, ഈക്വലൻസ് റിലേഷൻ ആയി. അപ്പൊ നമുക്ക് അതിന്റെ ഈക്വലൻസിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. അത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണെന്ന് ഷോ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് R is an equivalence relation. അപ്പോൾ R is equivalence relation അപ്പോൾ നമുക്ക് എഴുതാം therefore R is an equivalence relation എന്ന് എഴുതി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, പിന്നെ write the equivalent clause. എന്താണ് equivalent clause? equivalent clause എന്ന് പറഞ്ഞാൽ നോക്കിയാണെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. 1 equivalent clause എന്ന് പറഞ്ഞാൽ 1 ഇതിനുള്ളിൽ ആരൊക്കെ ഈ റിലേഷൻ ശരിയാവും. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് 1, ഈ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഈക്വലന്റ് ക്ലാസ് ഉണ്ടാവും. ഈ 1ന്റെ ഈക്വലന്റ് ക്ലാസ് കണ്ടുപിടിക്കാൻ 1 എന്ന് പറയുന്ന നമ്പർ ഇതിനുള്ളിൽ വേറെ ആരൊക്കെ ആയിട്ട് ഈ റിലേഷൻ ശരിയാവും നോക്കാം. അപ്പൊ 1 നോക്കിക്കഴിഞ്ഞാൽ 1 നമുക്ക് ഇതിനുള്ളിൽ 3യുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 ഈവൻ ആയിട്ട്. അപ്പൊ നമുക്ക് 3 എഴുതാൻ പറ്റും. 1 റിലേഷൻ ഉള്ളതാണ്. 1 പക്ഷെ 2 ആയിട്ട് പറ്റത്തില്ല. 1 + 2 കിട്ടുന്നത് 3 ഈവൻ അല്ല. 1 4 പറ്റത്തില്ല, കാരണം 1 + 4 = 5 ഈവൻ അല്ല. അപ്പൊ ഒരിക്കലും 1ന്റെ ഈക്വലന്റ് ക്ലാസ്സിൽ 4ഓ 1ഓ 2ഓ 4ഓ വരില്ല. പക്ഷെ 3 പറ്റും. 1ഉം 3യുടെ ആഡ് ചെയ്താൽ അടുത്ത 5 പറ്റും. 1 + 5 1ഉമായിട്ട് 5നെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഈവനാ. 1 തന്നെ പറ്റും, ശരിയല്ല? 1 + 1 ഈസ് ഓൾസോ ഈവൻ. അപ്പൊ നമുക്ക് 1ന്റെ ഈക്വലന്റ് ക്ലാസ്സിൽ വരുന്നത് ആരൊക്കെയാണ്? 1 3 5. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നതിന്റെ ഈക്വലന്റ് ക്ലാസ്സിൽ വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന നമ്പർ ഇതിനുള്ളിൽ ആരൊക്കെയായിട്ട് ആഡ് ചെയ്താൽ ഈവൻ കിട്ടും. 1ആയിട്ട് പറ്റത്തില്ല. 2 + 1 ഈവൻ അല്ല. പക്ഷെ 2 + 2 ഈവനാ. അപ്പൊ നമുക്ക് 2 പറ്റും കേട്ടോ. പിന്നെ 2 + 3 പറ്റില്ല. 2 + 4 പറ്റും, ഈവനാ. 2 + 5 പറ്റില്ല. അപ്പൊ നമുക്ക് 2 and 4. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. 3 ആണെങ്കിൽ അപ്പൊ ആരൊക്കെ പറ്റും? 3 ആണെങ്കിൽ 1 പറ്റും, 3 പറ്റും, 5 പറ്റും കേട്ടോ. 1ഉം 3ഉം 5. 3 + 1 is even, 3 + 3 is even, 3 + 5 is also even. അടുത്ത 4ന്റെ 5ന്റെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. 4ന് പറ്റുന്നത് 2 and 4 ആയിരിക്കും. 5ന് പറ്റുന്നത് 1 3 5 ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഈക്വലന്റ് ക്ലാസസിനെ എഴുതാനും കൂടെ പഠിക്കണം. ക്ലിയർ ആയല്ലോ? അടിപൊളിയാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മക്കളെ മാക്സിമം ഈ സമയത്ത് എല്ലാ കുട്ടികളിലോട്ട് എത്തിക്കണം. കാരണം ഈ ചാപ്റ്റർ ആരുമേ അങ്ങനെ പഠിക്കാറുള്ളതല്ല. പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക്, ആഗ്രഹമുള്ളവർക്ക് ഈ പ്രോബ്ലം, ഈ ചെയ്യുന്ന രീതിയൊക്കെ ചിലപ്പോൾ പിടികിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ മാക്സിമം ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.